ഹായ് ഗൈസ്, ഞാനൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ നമ്മുടെ ഇന്റർനാഷണൽ റൈഡിനെ കുറിച്ചിട്ട്. നമ്മൾ ഏകദേശം ഇപ്പോൾ ഒരു വർഷത്തോളമായി നമ്മൾ ദുബായിലേക്ക് വണ്ടി കയറ്റി വെച്ചിട്ട്. കഴിഞ്ഞ വർഷം ഈ ടൈമിൽ, അതായത് മെയ് 6-ാം തീയതി 7-ാം തീയതി ആയിട്ടാണ് നമ്മൾ ദുബായിലേക്ക് നമ്മുടെ CBR കയറ്റി അയക്കണത്. കയറ്റി അയച്ചതിന് ശേഷം നമുക്ക് അവിടെ വണ്ടി കിട്ടുമ്പോൾ ജൂൺ അവസാനം ജൂലൈ ആദ്യമൊക്കെ ആയിട്ടാണ് നമുക്ക് അവിടെ വണ്ടി കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി കിട്ടുമ്പോൾ ഡിലേ ആയി. ആ ഡിലേ ആയതിനു ശേഷം നമുക്ക് എന്തായാലും ദുബായ് UAE വന്നിട്ട് UAE എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയാൽ മോശമല്ല. അപ്പോൾ UAE എക്സ്പ്ലോർ ചെയ്തിട്ട് എല്ലാവരും മീറ്റ് ചെയ്തിട്ടൊക്കെ പോകാൻ നോക്കുമ്പോഴേക്കും സൈബീരിയയിൽ മഞ്ഞ് വീഴാൻ തുടങ്ങി. ഏകദേശം ഈ ജൂൺ ജൂലൈ പിന്നെ ഓഗസ്റ്റ് പകുതിയൊക്കെ വരെയുള്ളൂ നമ്മളെ ഈ റഷ്യയിൽ മഞ്ഞ്, അതായത് റഷ്യയിൽ റൈഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. പിന്നെയൊക്കെ മഞ്ഞ് വീണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതും മഞ്ഞ് എന്ന് പറഞ്ഞാൽ ഹെവി സ്നോഫോളാണ് ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സൈബീരിയ ഭാഗത്തൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് റഷ്യയിലേക്ക് പോകാനൊന്നും വന്നത് പറ്റിയില്ല. പിന്നെ എനിക്ക് എൻ്റെ റഷ്യയിലെ വിസയുടെ ഇഷ്യൂസ് ചെറുതായിട്ട് വന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മൾ റൈഡ് ചെയ്ത് പോണ കൺട്രീസിലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും വന്നു. അതായത് ഇറാന് കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെ നമ്മുടെ അസർബൈജാനും പിന്നെ ഈ പറഞ്ഞ പോലെ അർമേനിയയും തമ്മിലുള്ള ഇഷ്യൂസ് അങ്ങനെ. പിന്നെ നമ്മുടെ അർമേനിയ ബോർഡർ ക്ലോസ്ഡ് ആയിരുന്നു ആ ടൈമിൽ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, റഷ്യ അങ്ങനെ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിസകളും കാര്യങ്ങളൊക്കെ വെച്ച് കിട്ടാൻ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ റൈഡ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ട് നമ്മൾ നാട്ടിലേക്ക് വന്നത്. നമ്മൾ ആ UAE ബൈക്ക് റൈഡിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഇന്റർനാഷണൽ റൈഡിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ നമ്മുടെ കാർനെറ്റ് പേപ്പറും ഇപ്പോൾ റിന്യൂ ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് തന്നെ നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് തുടങ്ങും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബൈക്ക് ദുബായിലായതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നപ്പോൾ പിന്നെ ബൈക്ക് റൈഡ് ചെയ്യാൻ പിന്നെ ബൈക്കില്ലാതെയായി. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത് ദുബായിൽ നമ്മുടെ സാബിയലിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ബൈക്ക് ഇരിക്കണതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് നമ്മൾ വേഗം തുടങ്ങും എന്തായാലും. അപ്പോൾ അതിൻ്റെ ഉള്ള കുറച്ച് ഫോർമാലിറ്റികളും കാര്യങ്ങളും, അതായത് എൻ്റെ നമ്മൾ പോണ കൺട്രീസുള്ള വിസകളും പിന്നെ നമ്മുടെ ഈ കാർനെറ്റ് പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായ ഉടൻ തന്നെ നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്ന് പറയാന്ന് വെച്ചാൽ നമ്മുടെ ബൈക്ക് ദുബായിൽ ഇരുന്നിട്ട്, അതായത് ഇപ്പോൾ നമ്മുടെ നദി ഉണ്ടല്ലോ എൻ്റെ ഫ്രണ്ട്, നമ്മൾ അതിരപ്പള്ളി റൈഡൊക്കെ ഞാനും നദിയും ഒരുമിച്ച് ഒരു ബൈക്ക് റൈഡൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവനാണ് നമ്മുടെ ബൈക്കൊക്കെ നോക്കണത് അപ്പോൾ ദുബായിൽ. അപ്പോൾ അവൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സാബിയലിൻ്റെ അവിടേക്ക് പോകുമ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെയൊക്കെ അവൻ്റെ വീടിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കും. അങ്ങനെ അവൻ ചെയ്യാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ വണ്ടി ഫുള്ള് സർവീസ് ചെയ്ത് ഫുള്ള് കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം വണ്ടി ചെറുതായിട്ട് കംപ്ലൈൻറ്റും ബാറ്ററിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്നോട്. അതായത് പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഇതൊക്കെ വരുന്നുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്നും കൂടി വണ്ടി ക്ലീൻ ആക്കിയിട്ട് ഫുൾ സർവീസ് ചെയ്യാണ്ട് വരും എന്തായാലും നമുക്ക് ദുബായിൽ പോയാൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലരും ചോദിക്കുന്നുണ്ട് എന്തായി ഇന്റർനാഷണൽ റൈഡിങ് പോകുന്നുണ്ടോ, ഇനി എന്തായി, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ, അതായത് നമ്മുടെ കാർനെറ്റ് പേപ്പറിൻ്റെയും പിന്നെ നമ്മുടെ ലൈസൻസിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റുമോ, കാർനെറ്റ് പേപ്പർ ചെയ്തിട്ട് എന്തായി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് നമ്മളൊന്നും അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നമ്മൾ വേഗം മാക്സിമം പരമാവധി വേഗത്തിൽ നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഇന്റർനാഷണൽ റൈഡിൻ്റെ വീഡിയോസ് ഓരോന്നായിട്ട് നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള കാരണങ്ങളൊക്കെ അതൊക്കെയാണ് കാരണങ്ങൾ. നമ്മുടെ റൈഡ് ഇന്ത്യ ടു റഷ്യ റൈഡാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈബീരിയയിൽ ഹെവി സ്നോഫോളും ഇതൊക്കെ ആകുമ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ എത്തിപ്പെടുന്നത്. പിന്നെ ദുബായിലെ ചൂടത്താണ് നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ വണ്ടി ഓടിച്ചിരുന്നത്. ദുബായിലെ നല്ല ചൂടുള്ള ടൈമിലാണ് നമ്മൾ ദുബായിൽ വണ്ടിയൊക്കെ ഓടിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എന്ന് പറയാനുള്ളത് ഇപ്പോൾ ഈ മാക്സിമം ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാക്സിമം എത്രയും പെട്ടെന്ന് നമ്മുടെ ഇന്റർനാഷണൽ റൈഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്ന് പറയാനുള്ളത് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്റർനാഷണൽ റൈഡിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം.